ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വൈഫൈ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ്. അതായത് പലരും ചോദിക്കാറുണ്ട് ഏത് റൂട്ടറിനാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് റൂട്ടറാണ് 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ 300 മീറ്ററൊക്കെ റേഞ്ച് കിട്ടുന്നതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വൈഫൈ റേഞ്ച് അല്ലെങ്കിൽ വൈഫൈ സിഗ്നൽ അതെങ്ങനെയാണ് എല്ലായിടത്തും എത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഡിസ്ട്രപ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻ്റർഫേസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടൊക്കെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയാലാണ് നമുക്ക് ആ ഒരു വൈഫൈ റേഞ്ചിൻ്റെ ആ ഒരു ലെങ്ത്തും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പവറും ഒക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. ഫുള്ളായിട്ട് കാണുക, ടെക്നീഷ്യന്മാർ പ്രധാനമായിട്ടും കാണുക, ബാക്കിയുള്ളവരും കാണുക. കാരണം എല്ലാവരും ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു ഗുണം ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബ്രോഡ്ബാൻഡ് സിഗ്നൽ, അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു വൈഫൈ വയ്ക്കുകയാണ്, വൈഫൈ സിഗ്നൽ ഒരു വൈഫൈ ബ്രോഡ്ബാൻഡ് മോഡം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എൻ്റയർ വീട് കവർ ചെയ്യണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അതിന് സാധിക്കാറില്ല. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായുള്ള എക്സ്റ്റെൻഡേഴ്സും അല്ലെങ്കിൽ വൈഫൈ റൂട്ടേഴ്സൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മെഷ് വൈഫൈ പോലുള്ള സിസ്റ്റങ്ങളൊക്കെ ആഡ് ചെയ്താണ് നമ്മൾ ആ ഒരു എൻ്റയർ ഹോം കംപ്ലീറ്റ് കവറായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വന്ന പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ വൈഫൈനെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതായത് വൈഫൈയെ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വൈഫൈയുടെ ആ ഇൻ്റർഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഏരിയയെ കവറേജ് ചെയ്യുന്നതിന് എന്തിനൊക്കെയാണ് തടയുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലുള്ളതും അതിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയാം. സോ നമ്മുടെ വീട്ടിൽ കണ്ടുവരുന്ന ഒന്നാണ് നമ്മുടെ ഒരു ബ്രോഡ്ബാൻഡ് മോഡൽ നമ്മൾ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന ആദ്യത്തെ ഒന്നാണ്, പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ മതിൽ തന്നെയാണ്. അതായത് ഓരോ വീട്ടിലാണെങ്കിലും ഓരോ റൂം നമ്മൾ ക്രോസ് ചെയ്ത് പോകുമ്പോഴും നമുക്ക് ഓരോ വാൾസ് അതിൻ്റെ ഇടയിൽ വരും, ഇൻ ബിറ്റ്വീൻ ആ ഓരോ വാൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ വാളുകളും പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോഴും ഇതിൻ്റെ, അതായത് നമ്മുടെ വൈഫൈ റൗട്ടറിൻ്റെ ഇത്ര dB വെച്ച്, അതായത് ഒരു കോൺക്രീറ്റ് വാളിലേക്കാണ് പെനട്രേറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ ഒരു 6 to 18, അതായത് 6 തുടങ്ങി 8 വരെ 18 വരെ 6 തുടങ്ങി 18 വരെ dB ലോസ് വരാൻ സാധ്യതയുണ്ട്. 2.4 സിഗ്നലിൽ, അതായത് 2.4 5G ഹെർട്സ് നിങ്ങൾക്കറിയാം. അതായത് ഡ്യുവൽ ബാൻഡ് റൗട്ടറിലൊക്കെ ആണെങ്കിൽ 2 ബാൻഡ് വിത്തിലാണ് വരുന്നത്. 2.4 എന്നും 5G ഹെർട്സ് എന്നുള്ള 2 ബാൻഡ് വിത്തിലാണ് ഡ്യുവൽ ബാൻഡ് മോഡലുകളിലൊക്കെ വരുന്നത്. അതിനകത്ത് നോർമലി നമ്മുടെ വൈഫൈ കവറേജ് നോർമൽ 2.4 ആണ് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2.4ലാണെങ്കിൽ 6 തുടങ്ങി 18 dB വരെ ലോസ് അവിടെ ഉണ്ടാകാം. ഒരു വാള് പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഒരു ലോസ് സംഭവിക്കാം. അത് തന്നെ 5Gയിലോട്ട് വരികയാണെങ്കിൽ 5G സിഗ്നലാണെങ്കിൽ 10 തുടങ്ങി 30 dB വരെ ഒരു സിഗ്നൽ ലോസ് ആ ഒരു വാള് പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതായത് നമുക്കൊരു എക്സാക്റ്റ് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു മോഡത്തിൻ്റെ ഒരു ബ്രോഡ്ബാൻഡ് റൂട്ടറിൻ്റെ മോഡത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ഈ വൈഫൈ അനലൈസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ടെക്നീഷ്യന്മാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഒരു പെർഫെക്റ്റ് റേഞ്ച് സിഗ്നൽസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു -35 to 45 അല്ലെങ്കിൽ ആ ഒരു 30 ആ ഒരു 2 റേഞ്ചിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ 25 to 30 ആ റേഞ്ചിലേക്ക് ആയിരിക്കും പെർഫെക്റ്റ് dB വരുന്നത്. അപ്പോൾ ആ ഒരു dBയിൽ നിന്നും നമ്മൾ ഇത്രയും dB ലോസ് വരുമ്പോൾ, അതായത് ഒരു മതിൽ പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ, അതായത് ഒരു മതിൽ തുളച്ച് ഒരു വൈഫൈ സിഗ്നൽ പോകുമ്പോൾ അത്രയും dB, അതായത് 6 തുടങ്ങി 18 വരെയും 2.4ലും അല്ലെങ്കിൽ 5G ഹെർട്സിൽ അതൊരു 10 തുടങ്ങി 30 വരെയൊക്കെ ആ ഒരു dB ലോസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് 2 വാൾസ് പെനട്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു 5G ഹെർട്സൊക്കെ കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ ആ 2 റൂം അപ്പുറം 5G ഹെർട്സിൻ്റെ സിഗ്നൽ കിട്ടില്ല. അതുപോലെ തന്നെ 2.4 ആണെങ്കിലും ആ ഒരു 2 വാൾസ് അപ്പുറം വരുമ്പോഴേക്കും അറൗണ്ട് നമുക്ക് മാക്സിമം ഒരു 70 to 82 അറൗണ്ട് അത്രയും dB വരുമ്പോഴേക്കും നമുക്കത് അതിൻ്റെ സിഗ്നൽ കുറയുകയും ഓട്ടോമാറ്റിക്കലി നോർമലി സ്പീഡ് കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഓരോ സ്പീഡും അല്ലെങ്കിൽ ആ ഒരു വൈഫൈ കവറേജ് എല്ലാം ഈ ഒരു ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വൈഫൈ ആ ഒരു വാൾസിനെ അനുസരിച്ചാണ്. പ്രധാനമായും നമ്മുടെ വീടുകളിൽ ഒത്ര ആ ഒരു മതിലുകളെ പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഓരോ വൈഫൈ കവറേജും കുറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബ്രോഡ്ബാൻഡ് മോഡം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ആ ഹോളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത്. കാരണം അങ്ങനെ ഹോളിലൊക്കെ നല്ല ഒരു പ്രോപ്പറായിട്ട് ഒരു മിഡിലായിട്ട് പൊസിഷനിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം പ്രശ്നം ഉണ്ടാകില്ല. അതേസമയം നമ്മളൊരു ബെഡ്റൂമിലൊക്കെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഹോൾ കഴിഞ്ഞ് 1ഉം 2ഉം വാളുകൾ പെനട്രേറ്റ് ചെയ്ത് വേണം മേ ബി ഈ ഒരു ഹോളിൽ വരെ എത്താനായിട്ട്. അപ്പോൾ ആ സിഗ്നൽ എല്ലായിടത്തും പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ കഴിയുന്നത് ആ ഒരു ഹോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും കൂടുതൽ സിഗ്നൽ എല്ലായിടത്തും കിട്ടാനായിട്ട് കാരണമാകുന്നു. പിന്നെ അതുപോലെ തന്നെ വോള് മാത്രമല്ല, പിന്നീട് വരുന്ന പല വുഡിൻ്റെയും സിഗ്നൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും വുഡ് വോളിനെയൊക്കെ സംബന്ധിച്ച് വളരെ കുറവാണ് ബ്ലോക്ക് ചെയ്യുന്നത്. വുഡിൻ്റെയൊക്കെ നോർമലി പറയുകയാണെങ്കിൽ വളരെ 3 to 4 അല്ലെങ്കിൽ 6 to 8 ആ ഒരു രീതിയിലൊക്കെയാണ് ഗ്ലാസ് ആയാലും വുഡ് ആയാലൊക്കെ അതിനെ ബ്ലോക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. കോൺക്രീറ്റ് വാളിൻ്റെയൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിങ്, റൗട്ടറിൻ്റെ ആ ഒരു പൊസിഷനിങ് പ്രധാനമാണ്. അതുപോലെ തന്നെ
ഈ ഒരു കോൺക്രീറ്റ് വാളൊക്കെ അതിനകത്ത് വരാം. ചിലവർ പറയുന്നത് എൻ്റെ നേരത്തെ വീട്ടിൽ കിട്ടിയിരുന്നു, പക്ഷേ ഈ വീട്ടിലോട്ട് വരുമ്പോഴേക്കും വൈഫൈ റേഞ്ച് കിട്ടുന്നില്ല, അപ്പോൾ അത് വേറെ കണക്ഷൻ ആയിരിക്കും എടുത്തിരിക്കുക. അപ്പോൾ ടെക്നീഷ്യൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു, ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതിലേക്ക് പ്രധാന കാരണം ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു ബ്രോഡ്ബാൻഡ് മോഡത്തിൻ്റെ ഒരു എക്സാക്റ്റ് ഏരിയ എത്ര മീറ്റർ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും അതിൻ്റെ ബോക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്ര മീറ്റർ കിട്ടും, ശരിയാണ് ഇത്ര മീറ്റർ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളിതൊരു ഓപ്പൺ സ്പേസിൽ, അതായത് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു ബ്രോഡ്ബാൻഡ് മോഡം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രൗണ്ട് മൊത്തം വേണമെങ്കിൽ കിട്ടിയെന്ന് വരും. പക്ഷേ അതേസമയം നമ്മളൊരു വീട്ടിൽ വയ്ക്കുമ്പോൾ മേ ബി ഒരു 2 റൂം അപ്പുറം കിട്ടാതെയും വരും ഇതേ മോഡൽ തന്നെ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ആ ഒരു ബ്ലോക്കേജ് വരുമ്പോൾ, അതായത് ഒരു വാളാവാം, വുഡാവാം, ഗ്ലാസ് ആവാം, ഇതിൻ്റെയൊക്കെ പെനട്രേഷൻ ചെയ്ത് വരുമ്പോൾ വരുന്ന ആ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർഫറൻസ് എന്ന് പറയാൻ പറ്റില്ല, ബ്ലോക്കേജുകളാണ് ആ ഒരു ഏരിയ കുറയ്ക്കാനുള്ള പ്രധാന കാരണമായിട്ട് വൈഫൈയിൽ വരുന്നത്. ഇതിന് പുറമെ തന്നെ ഇൻ്റർഫറൻസും വരാം, അതായത് ബ്ലൂടൂത്ത് ഡിവൈസുകൾ വരാം. ബ്ലൂടൂത്ത് ഡിവൈസുകൾ 2.4 തന്നെയാണ് വരുന്നത്. സോ 2.4 മാത്രം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ആ ഒരു ബ്ലൂടൂത്ത് ഡിവൈസുകളുടെ ഒരു പ്രശ്നം വരാം. മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതും ഒരു 2.4 തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കോഡ്ലെസ് ഫോൺ, ഇതൊക്കെ 2.4 ബാൻഡ് വിത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു ഇൻ്റർഫറൻസ് കൊണ്ടും ആ ഒരു വൈഫൈയുടെ ആ ഒരു സ്പീഡ് ഇഷ്യൂ അവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്. വൈഫൈ സിഗ്നൽ കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്പീഡ് കിട്ടാതെയൊക്കെ അതുകൊണ്ട് വരാം. സോ സിഗ്നൽ പ്രധാനമായിട്ടും ആ ഒരു ബ്ലോക്കേജാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ടെക്നീഷ്യനാണ് നമ്മളൊരു സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വൈഫൈ അനലൈസർ പോലുള്ള ഇത്തരം ആപ്ലിക്കേഷൻസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുക. അതിന് പുറമെ തന്നെ ഇത്തരം വാൾസുകളുടെ ഡിസ്റ്റർബൻസ് എത്ര വരുന്നുണ്ടെന്നും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോർണറിലായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് ഇത്തിരി ഓപ്പൺ സ്പേസിലോട്ട് എടുത്ത് വയ്ക്കുക. ആൻറ്റിനയൊക്കെ കഴിയുന്നത് 90 ഡിഗ്രി പൊസിഷനിൽ തന്നെ വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ തലകീഴാക്കിയോ അല്ലെങ്കിൽ കെട്ടി തൂക്കിയൊക്കെ ഇടുന്നതോ അല്ലെങ്കിൽ മതിലിനോട് ചേർത്ത് വയ്ക്കുന്നതൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. റൗട്ടേഴ്സ് കഴിയുന്നതും ഒരു ഒരു ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുന്ന പോലത്തെ ആ ഒരു പൊസിഷനിൽ നേരെ താഴത്ത്, അതായത് ഗ്രൗണ്ടിനോട് അടുത്ത് വയ്ക്കാതെ അത്യാവശ്യം ഉയരത്തിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു പൊസിഷനിങ്ങും കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഏതൊരു വീട്ടിലെയും ആ ഒരു 55% അല്ലെങ്കിൽ 50 to 60% ഇഷ്യൂസ് അവിടെ മാറും. പിന്നെ ഈ പറഞ്ഞ പോലത്തെ റേഞ്ച് നമ്മുടെ ആ ഒരു വോൾസിൻ്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു പെനട്രേറ്റ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു റൗട്ടേഴ്സ് അല്ലെങ്കിൽ വൈഫൈ എക്സ്റ്റൻഡേഴ്സൊക്കെ വെച്ച് തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതെങ്കിൽ ഈ ഇതിൻ്റെ ഒരു ബ്ലോക്കേജിൻ്റെ അല്ലെങ്കിൽ വൈഫൈയുടെ ഇൻട്രപ്ഷൻസിൻ്റെ കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു വൈഫൈയുടെ ഇത്ര മീറ്റർ കിട്ടും എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാം, വാട്സപ്പ് നമ്പറിലും ചോദിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമുക്ക് ഇത്തരം വീഡിയോകളായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.